ഹലോ. അപ്പം ഇന്നൊരു കുഞ്ഞ് സ്കിൻ കെയർ ചെയ്യാന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പം നമ്മൾ സ്മിറ്റണിൽ നിന്ന് കുറേ പ്രോഡക്റ്റ്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അത് കൊള്ളാവോ എന്നൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വർത്താവോ, അത്രയും പൈസ കൊടുത്ത് നമ്മൾ വാങ്ങിക്കുന്നതല്ലേ, അപ്പം അതിനുള്ള ഒരു ഇതുണ്ടോ എന്നൊക്കെ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് ഒരു ചെറിയൊരു മറുപടിയായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പം ആ പ്രോഡക്റ്റ്സ് ഒക്കെ വെച്ചിട്ട് ഞാനിന്നൊരു സ്കിൻ കെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഒരു കുഞ്ഞ് സ്കിൻ കെയർ നമ്മൾ രാവിലെയും രാത്രിയിലൊക്കെ ചെയ്യുന്നതാണ് മിക്കവാറും. അപ്പം ഞാൻ എല്ലാ ദിവസമൊന്നും ചെയ്യാറില്ല, എനിക്ക് മടിയാണ്. ചില ദിവസങ്ങളിൽ ഞാൻ വിട്ട് കളയാറുണ്ട്. അപ്പം അല്ലാണ്ട് ഞാൻ ചെയ്യുന്ന ഒരു ചെറിയൊരു സ്കിൻ കെയർ ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മുടെ സ്മിട്ടണിയിൽ നിന്ന് വാങ്ങിയ ആ പ്രോഡക്റ്റ്സ് ഒക്കെ നമുക്കൊന്ന് കണ്ടാലോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ സ്മിട്ടണിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള കുഞ്ഞ് പ്രോഡക്റ്റുകൾ. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, വേണ്ടി ഇച്ചിരിയേ ഉള്ളൂ. അപ്പം ഇത് 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 ഈ 4 എണ്ണം വെച്ചിട്ടാണ് ഇന്നത്തെ സ്കിൻ കെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ഫേസ് വാഷാണ് കേട്ടോ. ഇത് ഡോട്ട് ആൻഡ് കെയുടെ ഫേസ് വാഷാണ്. അപ്പോൾ ഇത് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതൊന്നുമല്ല, ഇത് കുഞ്ഞാണ്. അപ്പോൾ ഇത് കിട്ടിയപ്പോൾ ഒന്ന് യൂസ് ചെയ്ത് നോക്കാമെന്ന് വെച്ചാൽ, ഞാൻ ഇതുവരെ ഇത് യൂസ് ചെയ്തില്ല കേട്ടോ. അപ്പോൾ ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വേറെ കുറേ കിട്ടിയിട്ടുണ്ട്, അതൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇത് ഡോട്ട് ആൻഡ് കെയുടെയാണ്. പിന്നെ അടുത്തത് ഡോട്ട് ആൻഡ് കീയുടെ തന്നെ ഒരു സൺസ്ക്രീനാണ്. ഇത് ഞാൻ യൂസ് ചെയ്താണ് കേട്ടോ. ഇത് ഫുള്ള് തീർന്നിട്ടുണ്ട്, കാലിയാണ്. ഇത് ഇച്ചിരി കൂടെ ഉണ്ട്, ശകലം ഒന്ന് തേക്കാൻ കാണുമായിരിക്കും. പിന്നെ ഇതിൻ്റെ വലിയൊരു പാക്കറ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ അടുത്തത് വന്നിട്ട് അക്വലോജിക്കയുടെ മോയ്സ്ചറൈസറാണ് കേട്ടോ. അപ്പോൾ ഇതും ഞാൻ ഫുള്ള് യൂസ് ചെയ്ത് തീർത്തിട്ടുണ്ട്. ഇതിനകത്തൊരു ശകലം മാത്രമേ ഉള്ളൂ, ഞാൻ കാണിച്ചു തരാം. എൻ്റെ കണ്ടില്ലേ, അകത്ത് കാര്യമായിട്ടൊന്നും കാണില്ല, ഇച്ചിരി നമുക്ക് തൊട്ട് തേക്കാം, അതേ ഉള്ളൂ. ഇതിൻ്റെയും വലിയ ബോട്ടിൽ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് യൂസ് ചെയ്ത് കൊള്ളാമെന്ന് തോന്നിയതുകൊണ്ടാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത്, അല്ലെങ്കിൽ ഞാൻ വാങ്ങിക്കില്ല. പിന്നെ ഇത് 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 പറയാൻ പറ്റില്ല കേട്ടോ, തട്ടിപ്പൊളി സാധനമാണ്. ഇത് ഖാദി ഹെർബലിൻ്റെ ലിപ് ബാമാണ് കേട്ടോ. ഇത് വാട്ടർമെലൻ്റെ ഫ്ലേവറാണ്. പക്ഷേ ഇതിൻ്റെ ഈ കുഞ്ഞ് പാക്കറ്റ് ഞാൻ ഓൺലൈനിലൊക്കെ നോക്കി കിട്ടുന്നില്ല. ഇതിൻ്റെ എല്ലാം തന്നെ കേട്ടോ, ഇതിൻ്റെ എല്ലാം ഞാൻ ഓൺലൈനിൽ നോക്കി, ഒന്നും കിട്ടുന്നില്ല. ഇത് നമുക്ക് സ്മിറ്റണിയിൽ നിന്ന് മാത്രമേ കിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഇതൊക്കെ വെച്ചിട്ട് നമുക്കൊരു കുഞ്ഞ് സ്കിൻ കെയർ ചെയ്ത് നോക്കാം. മുഖം ഒന്ന് കഴുകിയിട്ട് വരാം. അപ്പോൾ ഞാൻ കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ, ഒരുപാടൊന്നും എടുക്കുന്നില്ല. ഞാൻ കഴുകിയിട്ടൊന്ന് കാണിക്കട്ടെ. ഇവിടെയൊക്കെ വെള്ളമാവും, അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് കഴുകുന്നില്ല. നമുക്ക് ആദ്യം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ആക്കണം, എന്നിട്ട് വേണം നമുക്കിത് യൂസ് ചെയ്യാൻ കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇങ്ങനെ ഇരിക്കും. ചിലത് ക്രീമായിട്ടിരിക്കും. ഇതൊരു ജെൽ ടൈപ്പാണ് കേട്ടോ, നമ്മുടെ അലോവേര ജെല്ലൊക്കെ ഇല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ടൈപ്പാണ് ഈ സംഭവം വന്നിട്ട്. അപ്പോൾ ഇത് യൂസ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. ഞാനപ്പോൾ മുഖം കഴുകി തുടയ്ക്കാം. സാധാരണ ഇതിനൊക്കെ ഒരു സോപ്പിൻ്റെ മണമല്ലേ ഫേസ് വാഷിനൊക്കെ. ചില ഫേസ് വാഷ് ഞാൻ നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനൊക്കെ ഒരു സോപ്പിൻ്റെ സ്മെല്ലാണ്. പക്ഷേ ഇത് അതിൽ നിന്ന് വേറൊരു സ്മെല്ല്, കർപ്പൂരത്തിൻ്റെയൊക്കെ ഒരു സ്മെല്ലുണ്ടല്ലോ, ഏകദേശം അതേപോലെ ഒരു സ്മെല്ലായിരുന്നു. പിന്നെ അടുത്ത് നമുക്കിത് ഈ ഒരു സാധനം ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നമ്മുടെ അക്വലോജിക്കയുടെ മോയ്സ്ചറൈസറാണ്. ഇത് ഇട്ട് കൊടുക്കാം. ഒരുപാട് യൂസ് ചെയ്യാൻ പാടില്ല, നമുക്ക് മോയ്സ്ചർ അധികമാണെങ്കിൽ നമുക്ക് കുരുപ്പ് വരും കേട്ടോ. അതുകൊണ്ട് കുറച്ച് മാത്രം, അത്യാവശ്യത്തിന് ഒരു നനവ് കിട്ടാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യാം. എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് ഉപയോഗിച്ചില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഫേസ് വാഷ് ഇട്ട് കഴുകി കഴിഞ്ഞാൽ അതിൻ്റെ ഇവിടെയൊക്കെ ഇങ്ങനെ ഒരുമാതിരി പൊരിഞ്ഞിളകുന്ന പോലെ ഇങ്ങനെ ഇരിക്കും. അപ്പം ഇത് കുറച്ചിടുവാണെങ്കിൽ അതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടങ്ങ് മാറും. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഇതൊന്നും ഇടാത്ത ഒരാളാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പൗഡർ പോലും യൂസ് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ അന്നും ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ വരാറുണ്ട് കേട്ടോ. അന്നേരം എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലല്ലോ, അതുകൊണ്ടൊന്നും ചെയ്യത്തില്ലായിരുന്നു. ഇപ്പം പിന്നെ മനസ്സിലായി എന്താ ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത് മനസ്സിലായി. ഇതിവിടെയൊക്കെ കണ്ടില്ലേ, ഒരുമാതിരി ഉണങ്ങി പിടിച്ചുണക്കിയിരിക്കുന്ന കണ്ടില്ലേ. ഇതൊക്കെ മാറാൻ നല്ലതാണ് കേട്ടോ. ഇച്ചിരി കൂടെ ഇടാം. ഇനി നമുക്ക് നമ്മുടെ ലിപ് ബാം ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നമ്മുടെ മാവന്മാർ കുത്തിക്കുളമാക്കുന്നതാണ് കേട്ടോ. നല്ല പ്ലെയിൻ ആയിട്ടിരുന്നതാണ്, ജസ്റ്റ് ഒന്ന് തൊട്ടാൽ മതി, നല്ല ഇത് കിട്ടും. കളറൊന്നുമില്ല കേട്ടോ,
കളറില്ലാത്തതാണ്. മറ്റേ എനിക്ക് വേറെ ഒരെണ്ണം ഉണ്ട്, അതിനകത്ത് പിങ്ക് കളറൊക്കെ കിട്ടും. ഇത് പക്ഷേ കളറില്ലാത്ത സാധനമാണ് കേട്ടോ. നമ്മുടെ ഈ തൊലി ഇളകുന്നതും പൊട്ടുന്നതും ഒക്കെ മാറും. എനിക്ക് നല്ലതുണ്ടായിരുന്നു, പക്ഷേ ഡാർക്ക് കളർ അങ്ങനെ കുറയുന്നില്ല കേട്ടോ. അത് നന്നായിട്ട് വരുന്നുണ്ട്, പക്ഷേ ഇതൊക്കെ മാറുന്നുണ്ട്. പൊട്ടുന്നതും ഒരുമാതിരി എന്താ പൊരിഞ്ഞിളകത്തില്ല, അതുകൊണ്ടൊക്കെ ഉള്ളതൊക്കെ മാറും. നല്ലതാണ്. ഇനി നമുക്ക് നമ്മുടെ സംഭവം ഇട്ട് കൊടുക്കാം. ഡോട്ട് ആൻഡ് കീയുടെ സൺസ്ക്രീൻ. ഇത് തീർന്നിരിക്കുകയാണ്, വരുമെന്ന് എനിക്കറിയത്തില്ല. നോക്കാം. വന്നു. ഇതൊരു ലിക്വിഡ് ഫോമാണ് കേട്ടോ. ലിക്വിഡ് കൺസിസ്റ്റൻസിയിലുള്ള സാധനമാണ് ഡോട്ട് ആൻഡ് കീയുടെ ഈ ഒരു ഇതല്ല, എനിക്കൊന്നും എല്ലാം ഇങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. സൺസ്ക്രീൻ ഡോട്ട് ആൻഡ് കീയുടെ. പക്ഷെ പെട്ടെന്ന് നമ്മുടെ മുഖത്തോട്ട് അബ്സോർബ് ആവും, ഒട്ടും വൈറ്റ് കാസ്റ്റ് ഇല്ല. നല്ല സാധനമാണ് കേട്ടോ. കണ്ടില്ലേ? നിങ്ങൾ ആദ്യം കണ്ട എൻ്റെ മുഖമാണോ ഈ മുഖം? പറയൂ, എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ? കണ്ട, പെട്ടെന്ന് അബ്സോർബ് ആവും. ഇങ്ങനെ ജസ്റ്റ് ഇത് ഇങ്ങനെ ഒന്ന് ആക്കിയാൽ മതി, പെട്ടെന്ന് തന്നെ അബ്സോർബ് ആവും. അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ സ്കിൻ കെയർ. ഇതാണ് ഞാൻ ചെയ്യുന്ന സ്കിൻ കെയർ, എനിക്ക് അറിയാവുന്ന സ്കിൻ കെയർ. അപ്പോൾ അത്യാവശ്യം ഒരു നമ്മളെയൊക്കെ പോലുള്ള ആളുകൾക്ക് ഇത് തന്നെ ധാരാളമാണ് കേട്ടോ. അപ്പോൾ ഇതിൽ കൂടുതൽ വേണമെന്നുള്ളവർക്ക് വേറെ ഒരുപാട് യൂട്യൂബേഴ്സ് ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് ഉണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ നോക്കുക. അപ്പോൾ ഞാനും അതുപോലുള്ള വീഡിയോസൊക്കെ കണ്ടിട്ട് തന്നെയാണ് കേട്ടോ ഇതിലോട്ട് ഇറങ്ങി തിരിച്ചത്. അപ്പം ഇത് ശരിക്കും ക്രീമൊക്കെ ഇടാൻ തുടങ്ങിയത് പോലും വീഡിയോസൊക്കെ കണ്ടിട്ടാണ്, അല്ലാണ്ട് എനിക്കറിയില്ല എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏതാണ് ഇടേണ്ടത്. അപ്പോൾ പണ്ട് നമ്മുടെ കുഞ്ഞിലേക്ക് ഫെയർ ആൻഡ് ലവ്ലി ആയിരുന്നല്ലോ. അപ്പോൾ ആ സാധനം ഇങ്ങനെ നമ്മൾ കടയിലൊക്കെ പോയി 5 രൂപയ്ക്കൊക്കെ കിട്ടുമായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് ഞാൻ അതിന് 1-2 പ്രാവശ്യം മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ചൊറിച്ചിലും പിന്നെ മുഖത്ത് കുരുപ്പൊക്കെ വരാൻ തുടങ്ങി, കൂടുതലായിട്ട് കുരുപ്പൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെ ഞാൻ അതങ്ങ് സ്റ്റോപ്പ് ചെയ്ത് കേട്ടോ. അപ്പോൾ അങ്ങനെ 1 പ്രാവശ്യം 2 പ്രാവശ്യം കണ്ട് ഇട്ടിട്ടുള്ളൂ. അതെനിക്ക് ഒട്ടും പറ്റാത്ത ഒരു സാധനമായിരുന്നു. പിന്നെ പൗഡർ പോലും യൂസ് ചെയ്യത്തില്ലായിരുന്നു പണ്ടൊക്കെ. അങ്ങനെയാണ് ഇപ്പോഴാണ് ഈ ഇടയ്ക്കാണ് ഇങ്ങനെ ക്രീമുകളൊക്കെ ഇടാൻ തുടങ്ങിയത്. യൂട്യൂബിലൊക്കെ ഇങ്ങനെ വീഡിയോ ഇടാൻ തുടങ്ങിയ ഇടയ്ക്കാണ് ഡെയിലിയൊക്കെ ക്രീമൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി കേട്ടോ. പിന്നെ കല്യാണത്തിന് മുന്നേ ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ല. പിന്നെ കല്യാണം അടുപ്പിച്ചാണ് 1-2 ക്രീമുകളൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പം ഇതാണ് ഇന്നത്തെ എൻ്റെ സ്കിൻ കെയർ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഞാൻ ഇനി വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും.